നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്നാണ്. കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മളിവിടുത്തെ ന്യൂസിലൻഡിലെ സ്കൂളിങ്ങിനെ പറ്റി. എന്നോടൊപ്പമുള്ളത് മിസ്റ്റർ റോജി വർഗീസ്, ഇവിടുത്തെ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്രൈവറ്റ് സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന റോജി വർഗീസാണ് എന്നോടൊപ്പം ഉള്ളത്. ഹലോ. ഓക്കെ, അപ്പോൾ റോജി, ഇന്ന് നമുക്ക് ടേർഷ്യറി സ്കൂളിങ്ങിനെ പറ്റി പഠിക്കാം. റോജിയുടെ ഇൻ്റർനാഷണൽ ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്, ടേർഷ്യറി സ്കൂളിങ്ങിനായിട്ട് വന്നതാണ് ഒരാളാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ഇയർ 11 to 13 ആയിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിനെയും കൊണ്ട് വന്നിരിക്കുന്നവർ, അതായത് അവരുടെ കുട്ടികൾ ഇയർ 11 വന്ന് തുടങ്ങിയവരാണ് മെയിനായിട്ട് ഒരു സംശയമുള്ളത്. അവരാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്, ഇത് ഇയർ 11 തൊട്ട് 13 സമയത്ത് എങ്ങനെയാണ് കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് എന്ന്. അപ്പോൾ എങ്ങനെയാണ് സ്കൂളിൽ ഒരു ഗൈഡൻസ് ഒക്കെ കൊടുക്കാറുണ്ടോ സ്കൂളിൽ? ഇവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ എൻറോൾ ചെയ്യുവാണെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾസ് ഹിയർ, സ്കൂളുകൾ തന്നെ ഒരു കരിയർ എക്സ്പോ പോലെ ഒരു പ്രോഗ്രാം ചെയ്യും. ദാറ്റ് ഇസ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന്, ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഒരു ഡെസിഗ്നേറ്റഡ് ഒരാൾ വരും. ആൻഡ് വാട്ട് ദേ വിൽ ഡു ഇസ്, അവർ പറയും ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സുകൾ, ഇതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ദിസ് ഇസ് വാട്ട് യു അപ്ലൈ ഫോർ എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട്. ചില സ്കൂളുകളിലാണെങ്കിൽ ഒരു ദിവസമുണ്ട്, ചില സ്കൂളുകളിലാണെങ്കിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം അവർ അലക്കേറ്റ് ചെയ്യും. സോ ഇവിടുത്തെ സ്കൂളുകളിൽ പഠിക്കുവാണെങ്കിൽ, അതായത് ഇവിടുത്തെ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുവാണെങ്കിൽ, ഫോർ ഷുവർ ദർ ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി സംബഡി ഹു കംസ് ഇൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ആ ഓരോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പറയുന്നു. ഓ യെസ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഒരു കരിയർ സെക്ഷൻ ഉണ്ടോ? ഒരു സ്കൂളിൽ ഒരാളോട് എപ്പോഴും ചെന്ന് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് എല്ലാ സ്കൂളുകളിലും ചോദിക്കാൻ ഒരു സാഹചര്യം കാണുമോ? എല്ലാ സ്കൂളിലും അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ട്ഫുൾ ആയിരിക്കും. ഒരു കരിയർ കൺസൾട്ടന്റ് പോലെയോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇവരെ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ടോ ഇല്ലയോ എന്ന് എല്ലാ സ്കൂളുകളിലും ചിലപ്പം ആ ഒരു ഫെസിലിറ്റി ചിലപ്പം കാണത്തില്ല. ചില സ്കൂളുകളിലുണ്ട്. ഒബ്വിയസ്ലി ദാറ്റ് പേഴ്സൺ ഇസ് പെയ്ഡ്. അപ്പോൾ അത് പേ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ചില സ്കൂളിൽ അങ്ങനെ ഉണ്ട്. എല്ലാ സ്കൂളുകളിലും ഉണ്ടോ? ഓ ഇല്ല, അറിയത്തില്ല. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ അങ്ങനെ ഒരാളുണ്ട്. അപ്പം അവർക്ക് ഇപ്പം ജോജി പഠിപ്പിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്കൂൾ, ഞാൻ പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ് സ്കൂളിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ അവർ ഏത് ലെവലിൽ വരുന്നതായിരിക്കും നല്ലത്? ഡിഗ്രി ലെവലിൽ വരുന്നതായിരിക്കുമോ അത് ഒരു മാസ്റ്റേഴ്സ് ലെവൽ വരുന്നതായിരിക്കും അവർക്ക് നല്ലത്? ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ പേരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പലരും നാട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഡിഗ്രിക്ക് വരുന്നതാണോ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നതാണോ നല്ലത്? ഇതൊരു വളരെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. വെൻ ഐ സേ പേഴ്സണൽ, ഞാൻ എന്തുകൊണ്ടാണ് അത് പേഴ്സണൽ എന്ന് പറയുന്നത് വെച്ചാൽ, ഇറ്റ് വെരി മച്ച് ഡിപ്പെൻഡ്സ്. ഇപ്പോൾ ഇതൊരു ചെറിയൊരു കൺട്രിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അതിവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5 മില്യണേ ഉള്ളൂ. വർക്ക് ഫോഴ്സിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഇറങ്ങുന്ന വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കമ്പയർ ടു ഇന്ത്യ, കമ്പയർ ടു ഓസ്ട്രേലിയ. അപ്പോൾ വളരെ കൊച്ചു കമ്പനികളേ ഉള്ളൂ, അല്ലേ? ഇത്ര കമ്പനീസേ ഉള്ളൂ ഫുൾ ന്യൂസിലൻഡിൽ. അപ്പം അവരും നോക്കുന്നത് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ സ്കൂൾസും യൂണിവേഴ്സിറ്റീസും മാത്രമേ ഉള്ളൂ. ജോലി, ഇൻഫർമേഷൻ ഇസ് കീ. ദാറ്റ് ഈസ് ഒരു സ്ഥലത്തെ ജോലിയുടെ വർക്ക് സ്വഭാവം ഇങ്ങനെയാണ്. നമ്മൾ അറിയുന്ന ഒരാൾക്ക് അവിടെ ജോലി കിട്ടി, ഒബ്വിയസ്ലി ദേ വിൽ കോൾ us up and say ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, വുഡ് യു ലൈക്ക് ടു ട്രൈ. ഇവിടുത്തെ സ്കൂളുകളിൽ ഡിഗ്രി പഠിക്കുന്ന ഒരു ഗുണം അതാണ്. യു ആർ പാർട്ട് ഓഫ് ദ വർക്ക് ഫോഴ്സ്. ആർക്കെങ്കിലും ഈ വർക്ക് ഫോഴ്സിൽ നിന്ന് ജോലി കിട്ടിയിരിക്കും, അല്ലേ? ആകെ ഓക്ലൻഡ് എന്ന് പറയുമ്പോൾ ആകെ 5-6 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. അപ്പം നമ്മൾ പഠിക്കുന്ന ഒരു കോഴ്സിൽ നിന്ന് എല്ലാവരെയും നിർബന്ധമില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ദിസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി 2 or 3 ഹൂസ് ഗോയിങ് ടു ഗെറ്റ് എ ജോബ്. അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അവർക്ക്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഏത് ഓർഗനൈസേഷൻ ആണെന്നും അവിടെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സോ ഇതാണ് ഡിഗ്രി പഠിക്കുന്ന ഗുണം. ഇൻഫർമേഷൻ ഇസ് കീ, അല്ലേ? ഇൻഫർമേഷൻ കറക്റ്റ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അവര് ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴും നമുക്ക് പറയാൻ പറ്റും, യെസ് ഐ നോ ദർ ഇസ് സംബഡി ഹിയർ. അപ്പോൾ ദി പേഴ്സൺ ഹു ഇസ് എംപ്ലോയിങ് യു നോസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് മച്ച് ടൈം ട്രെയിനിങ് ദിസ് പേഴ്സൺ. യൂണിയനിലാണ് പഠിച്ചതെന്നും യൂണിയനിലെ ഗുണം മാത്രമല്ല, ഇങ്ങനെ ഒരാൾ ഇവിടെ നേരത്തെ ഉണ്ടെന്നാണെങ്കിൽ നേരത്തെ കാര്യം പഠിക്കും. ബിക്കോസ് ട്രെയിനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത്. And they'll have to spend quite a bit of money which New Zealand does not have. അപ്പോൾ അതിന്റെ ഒരു ഗുണം അതാണ്. ദോഷമുണ്ട് അതിൽ. ദോഷം എന്ന് പറയുന്നത് 4 years അല്ലെങ്കിൽ 3 years ഓഫ് ഇന്റർനാഷണൽ ഫീസ് കൊടുക്കണം. That is quite high.
അതെ ഒരു മാസ്റ്റേഴ്സിന്റെ ഗുണം എന്ന് വെച്ചാൽ 1 വർഷമോ 8 മാസമോ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത്രയും ടൈമില്ല. അതെ ഇന്റർനാഷണൽ ഫീസ് കൊടുത്ത് ഒരു ഫുൾ 3 year 4 year കോഴ്സ് ചെയ്യുമ്പോൾ യു ആർ പേയിങ് ദാറ്റ് മച്ച്. അതെ ഫീസ് മാത്രമല്ല അപ്പോൾ എല്ലാം ഫുൾ കോസ്റ്റ് ഓഫ് ലിവിങ് ദ ഹോൾ ഷെബാങ്. അപ്പോൾ ആ കംപ്ലീറ്റ് ആ ഒരു ആസ്പെക്ട് മനസ്സിൽ കണ്ടിട്ട് വേണം. സോ അതിന്റെ ഗുണം ഒരു ലോങ് ഷോട്ട് ആണ്, ഒരു ഡിസ്റ്റൻറ്റ് ഒരു ഫോർസൈറ്റ് വേണം. ഡെഫിനറ്റ്ലി അതിനുവേണ്ടി നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ഓ യെസ്. ഇപ്പോൾ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 1 year അല്ലെങ്കിൽ 2 year കോഴ്സ് ആയിരിക്കും മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ. ഓക്കെ, അപ്പോൾ റോജി ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയാണോ? ഞാൻ ആദ്യം ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ അത് പ്രോഗ്രസീവ്ലി ആയിട്ട് ബിക്കോസ് എൻ്റെ ഫീൽഡ് ആർട്സ് ആയതുകൊണ്ടും എൻ്റെ ഫീൽഡ് ലാംഗ്വേജ് റിലേറ്റഡ് ആയതുകൊണ്ടും ഐ ഹാഡ് ടു സ്റ്റഡി മോർ. പക്ഷെ അതിനു മുമ്പ് ജോലി കിട്ടി. ആ ജോലി വെച്ച് പിന്നെയും I had to, എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഡെഫിനറ്റ്ലി ഹയർ ക്വാളിഫിക്കേഷൻസ് എനിക്ക് ചെയ്യേണ്ടി വന്നു. യെസ്. അപ്പം മാസ്റ്റേഴ്സ് വന്ന് പഠിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. ഓ അബ്സല്യൂട്ട്ലി. സി നമ്മൾ പഠിക്കുന്ന രീതികൾ ഡെഫിനറ്റ്ലി ഡിഫറൻസസ് വരും. ഇവിടെ ഭയങ്കര ഹൈ ഒരു ട്രസ്റ്റ് മോഡലാണ്. എന്ന് വെച്ചാൽ ഫുൾ അക്കൗണ്ടബിലിറ്റി നമ്മളിലാണ്, സ്റ്റുഡൻസിനാണ്. ഇവിടെ അറ്റൻഡൻസ് ഇല്ല. ക്ലാസ്സിൽ വന്നാൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. എക്സാമിന് തോറ്റോ, ഓക്കെ ഫൈൻ, പേ അഗെയിൻ, ഡു ദ കോഴ്സ്. ആ രീതിയിലാണ്. അപ്പോൾ ആ ഇന്റർനാഷണൽ ഫീസ് കൊടുത്തൊരു പേപ്പർ നമ്മൾ ഫെയിൽ ചെയ്ത് പിന്നെ നമ്മൾ ആ പേപ്പർ പഠിക്കുക. നമ്മൾ ആ പേപ്പർ ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഡിഫിക്കൽട്ടി കാണിക്കുക. നമ്മൾ അസസ്മെന്റ്സ് കറക്റ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ യൂണിവേഴ്സിറ്റി പറയും ഓക്കെ ഫൈൻ, ഐ തിങ്ക് ദർ ആർ സർട്ടൻ പ്രോബ്ലംസ്, നിങ്ങൾ കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്യുക. പക്ഷെ അതിൽ നമ്മൾ ചിക്കലി കൊടുക്കണം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഉഴപ്പാൻ പ്ലാൻ ഉള്ളവർ ഡിഗ്രിക്ക് പഠിക്കാൻ വരാതിരിക്കുക എന്നുള്ളത്. ഉഴപ്പാൻ പ്ലാനുള്ളവർ മാത്രമല്ല, ഇവിടുത്തെ മാത്രമല്ല, മീൻസ് ഐ തിങ്ക് എവിടെയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എന്താ പറയുന്നത് പഠിക്കാൻ എവിടെ ചെന്നാലും നമ്മൾ ആ സ്ഥലത്തെ കുറിച്ച് നമ്മൾ അറിയുക, നമ്മൾ അതിനെക്കുറിച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക, നമ്മളൊരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കുക. ഇതെല്ലാം നമ്മൾ പുതിയതല്ലേ. ഇത് മീൻസ് ലേണിംഗ് ഹൗ ടു സർവൈവ് ഇൻ എ ന്യൂ എൻവയൺമെന്റ്. അതും ഒരു മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ are we capable of balancing it? ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റത്തില്ല. ഇനി ഒരു ജസ്റ്റ് ഇതൊരു ഔട്ട് ഓഫ് ദ ടോപ്പിക് ആണോ എന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് വെച്ചെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ യൂണിവേഴ്സിറ്റികൾ, അതായത് നാട്ടിലെ കോളേജ് ആണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പം ഒരു സെന്റ് മേരീസ് കോളേജ് അല്ലെങ്കിൽ സെന്റ് തോമസ് കോളേജ് അങ്ങനെയാണല്ലോ പറയുന്നത്. ഹൈസ്കൂളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് വരുന്നത്. ഇപ്പൊ നാട്ടില് ഇപ്പൊ ഈ ഇന്റർനാഷണൽ പേരൻസിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ നാട്ടിലെന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു കോളേജ് എന്ന് പറഞ്ഞാൽ സ്കൂൾ പോലെ തന്നെയാണ്. അവർ അതുപോലെ ഒരു റിലേറ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷെ ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവർ പഠിക്കാൻ പോകുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. അല്ലാതെ ഒരു എന്താണ് പറയുന്നത് കോളേജ് സിസ്റ്റം ഇല്ലല്ലോ ഇവിടെ. ഇല്ല. അതൊരു ഭയങ്കര ഒരു നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇവിടെ എനിക്കൊന്ന് ഈയിടയ്ക്ക് പേപ്പറിൽ ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിലും ന്യൂസിലൻഡ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ഒരു ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഐസൊലേറ്റഡ് ആകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മിങ്കിൾ ചെയ്യാൻ ഇച്ചിരി പാടാണ്. എന്താ പറയുന്നത്, അത് ഒബ്വിയസ്ലി അങ്ങനെ ആവുമല്ലോ. ലൈക്ക് നമ്മളൊരു കംപ്ലീറ്റ്ലി ന്യൂ എൻവയൺമെന്റിൽ ചെല്ലുമ്പോൾ പല കൾച്ചർ, പല രീതികൾ, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം വരുമ്പോൾ വീൽ ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ടു ഡു. അത് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി അത് ബാധിക്കും. ഓ യെസ്. ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പോലും അല്ല, സോറി ഐ സ്റ്റാൻഡ് കറക്റ്റ് ദാറ്റ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു നാക്ക് ഇല്ലെങ്കിൽ ഹൂവർ ഇറ്റ് ഈസ് അവരതിൻ്റെ ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യും. യെസ്. അതെ. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതിവിടെ ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നു. യൂണിവേഴ്സിറ്റി ഒരു സ്കൂൾ പോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അബ്സല്യൂട്ട്ലി. നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഓൺ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പോലും ഏജ് കാണത്തില്ല, നല്ല പ്രായമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടീസ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ. സോ ചിലവർക്ക് നല്ല ഭാഗ്യമുണ്ട്. ദേ കം ആസ് എ ഗ്രൂപ്പ്. നാട്ടിൽ നിന്ന് ചിലവരൊക്കെ ഉണ്ട്, ഒരു 5-8 പേര് ഒന്നിച്ച് വരുന്നു. അവർ ഒരേ കോളേജ് അല്ലെങ്കിൽ ഒരേ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. ദേ ഷെയർ ദെയർ ഡിഫിക്കൽട്ടീസ്. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ചിലവർക്ക് ആ ഭാഗ്യമില്ല. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞെങ്കിൽ അത് എത്രമാത്രം ജോജിക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏത് കോഴ്സായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, സ്കോപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലേ? ഓരോ നാട്ടില് ലൈക്ക് എസ്പെഷ്യലി നമുക്ക് ന്യൂസിലൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ
the last 3 to 4 years ഇവിടുന്ന് ഒരു ബ്രെയിൻ ഡ്രെയിൻ ഭയങ്കര ഹൈ ആണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാരാണ് മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയ. ഇവിടുത്തെ റെസിഡൻസും ഇവിടുത്തെ നേറ്റീവ്സും ഇവിടുത്തെ സിറ്റിസൻസുമാണ് ഓസ്ട്രേലിയയിൽ പോയി ജോലി അന്വേഷിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ന്യൂസിലൻഡ് ഡസ് നോട്ട് ഹാവ് മച്ച് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് വേറെ രീതി ചിന്തിക്കാം. യെസ്, ഇവർ ഈ പോകുന്ന ആൾക്കാരെല്ലാം ഹൈ സ്കിൽഡ് ലേബേഴ്സ് ആണോ? ആ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ഇല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ? നമുക്ക് സേഫ് ആകാൻ പറ്റുന്ന രീതികളിലെല്ലാം നമ്മൾ ആ ഡ്യൂ ഡിലിജൻസ് അല്ലെങ്കിൽ നമ്മൾ ആ ഇൻഫർമേഷൻ നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. വിച്ച് ഇസ് നമ്പർ 1, നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സ് ഒരു രജിസ്റ്റേർഡ് കോഴ്സ് ആണോ? എല്ലാ കോഴ്സുകളും രജിസ്റ്റേർഡ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം എഞ്ചിനീയേഴ്സ് രജിസ്ട്രേഷൻ വേണം, നഴ്സുമാർക്ക് ഡെഫിനറ്റ് രജിസ്ട്രേഷൻ വേണം, ടീച്ചേഴ്സിന് രജിസ്ട്രേഷൻ വേണം, ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ്, ഇതൊക്കെ രജിസ്ട്രേഷൻ വേണം. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഒരു ജോലി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ വാലിഡ് ആണ്. It obviously also means that there is a process, or a clear cut process അതിനുണ്ടെന്ന്, അതാണ് അതിന്റെ മീനിങ്. ചില കോഴ്സുകൾ അങ്ങനെ ഒരു ക്ലിയർ കട്ട് പ്രോസസ് ഇല്ല. ഇപ്പൊ ബിസിനസ് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ല. സോ എന്ത് ജോലി നമുക്ക് ചെയ്യാൻ പറ്റും, ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പക്ഷെ ആ ജോലികൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. സോ ഇതിനൊരു ആൻസർ എന്ന് പറയുന്നത് വെച്ചാൽ, ഒന്ന് നമ്മുടെ ട്രേഡ് മീയോ സീക്ക് അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഹിയർ? ഒന്ന്. രണ്ടാമത്, ഇവിടുത്തെ കമ്പനികളിൽ അവർക്ക് എന്തോ വാട്ട് കൈൻഡ് ഓഫ് എംപ്ലോയി ഡു ദേ വാണ്ട് എന്ന് ഓപ്പൺ ആയിട്ട് അത് ട്രാൻസ്പെറന്റ് അല്ല. അതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ കോഴ്സുകളുടെ ഗുണം. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ടെൽസ് യു ആർ എലിജിബിൾ ടു വർക്ക് ഇൻ ദിസ് കൺട്രി, ക്വാളിഫിക്കേഷൻ വൈസും സ്കിൽ വൈസും, അല്ലാതെ നമ്മുടെ ലീഗാലിറ്റി യൂസ് ചെയ്തിട്ടല്ല. സ്കിൽ വൈസും ക്വാളിഫിക്കേഷൻ വൈസും യു ആർ qualified to teach in, sorry, qualified to be employed in this country. അപ്പൊ അത് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ എല്ലാ കോഴ്സുകളും ഇല്ല. അതെ. അപ്പൊ അതിനോട് അനുബന്ധിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇവിടെ രജിസ്ട്രേഷൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ രജിസ്ട്രേഷൻ തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന a lot of registration, yes, a lot of jobs, yes. അതെ. അപ്പൊ നഴ്സിംഗിനാണെങ്കിൽ വളരെ ഈസിയാണ്, ടീച്ചിങ്ങിനാണെങ്കിലും അങ്ങനെയാണ്, ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്ന. ചിലപ്പോൾ ചില പേപ്പർ വർക്ക് കാണും, പക്ഷെ അത് വളരെ മിനിമലാണ്. ഒരുമാതിരിയുള്ള ക്വാളിഫിക്കേഷൻ തന്നെ ഓസ്ട്രേലിയയിൽ വാലിഡ് ആണ്. അത് ഇവിടെ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു പോസിറ്റീവ് ഡെഫിനറ്റ്ലി പ്രൊമോ. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഓസ്ട്രേലിയയിലോട്ട് പോകുന്നത് തന്നെ. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഫീസിനെ പറ്റി പറയണമല്ലോ. അതെ. അപ്പൊ ഇന്റർനാഷണൽ ആയിട്ട് വന്ന് പഠിക്കുന്നത്, ഇപ്പൊ നാട്ടിലും ഫീസ് കുറവല്ല. നമുക്ക് ഒരു പ്രൈവറ്റിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് തന്നെയുണ്ട്. അപ്പം ഇവിടത്തെ ഫീസ് എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയായിരിക്കും? ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒബ്വിയസ്ലി യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ ഫീസ് ഭയങ്കര ഹൈ ആണ്. കമ്പയർ ടു ഡൊമസ്റ്റിക് സ്റ്റുഡന്റ്, ഫീസ് ഇസ് ടെറിബിളി ഹൈ. ഓക്കെ. അതുപോലെ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയെന്ന്. അപ്പോൾ ആ സ്കോളർഷിപ്പ് കിട്ടാനുള്ള പ്രോസസ് എങ്ങനെയായിരിക്കും? അത് ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ഡിഫറെന്റ് രീതിയാണ്. അതും വലിയൊരു പ്രോസസ് ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ അതിപ്പോഴും എസ്പെഷ്യലി ഈ പ്രാവശ്യം ലക്സൻ ഇന്ത്യയിലോട്ട് പോയപ്പോൾ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് അത് പറഞ്ഞു. സോ യെസ്, യു ആർ എലിജിബിൾ, അല്ലെങ്കിൽ യു ക്യാൻ അപ്ലൈ ടു ദോസ് സ്കോളർഷിപ്സ്, പക്ഷെ ഇപ്പോഴും ഇറ്റ്സ് നോട്ട് ക്ലിയർ ഹൗ യു ക്യാൻ ഗെറ്റ് ദം. ഓക്കെ. ഇനി എനിക്ക് കിട്ടുവാണെങ്കിൽ നല്ലത്. ഒബ്വിയസ്ലി ഇഫ് യു ഗെറ്റ് വളരെ നല്ലത്. യെസ്, അക്കോമഡേഷൻ സ്കോളർഷിപ്പ് കിട്ടി. ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് ഗ്രേറ്റ്. അത് കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. അതെ. അപ്പം നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് മെയിനായിട്ട് അവര് ആലോചിക്കുന്നത് കുറച്ചൊരു 6 മാസം മുമ്പിലെങ്കിലും ഈ പ്രോസസ് തുടങ്ങിയിരിക്കണം. അതെ, നന്നായിട്ട് പഠിച്ച് വേണം ഇങ്ങോട്ട് വരുവാൻ. ഇവിടാണ് നമുക്ക് ഈ ഏജൻസും നമ്മളെ ആൾക്കാരായിട്ട് യൂസ് വരുന്നത്. ലൈക്ക് ഹൗ ക്യാൻ ദീസ് ഇന്റർമീഡിയറീസ്, ഈ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. യു ആർ പേയിങ് സംബഡി ഫോർ ദിസ് ഇൻഫർമേഷൻ, ഹോപ്പ്ഫുള്ളി ഹി കൻ ഗെറ്റ് യു ദാറ്റ്, ഹി ഓർ ഷീ കൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് ഇൻഫർമേഷൻ. ലെജിറ്റിമേറ്റ് ഡെഫിനറ്റ്ലി. ഓ യെസ്. സി, ഇപ്പം സബ് ഡിപ്ലോമ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ സബ് ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ന്യൂസിലൻഡിൽ ഡിഗ്രി ബാച്ചുലർ ലെവൽ പ്രോഗ്രാംസ് അല്ല, പക്ഷേ ഈ അതിന്റെ ഇച്ചിരി താഴെയായിട്ട് ഹൈസ്കൂളിന്റെ മുകളിലോട്ടും ഡിഗ്രി താഴെയായിട്ടുള്ള ചില ലെവൽ കോഴ്സുകളുണ്ട്. ഇങ്ങനെ ചില കോഴ്സുകളൊക്കെ ഉണ്ട്. ഈ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് സ്കോളർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഡൗട്ട്ഫുൾ ആണ്. എത്രമാത്രം സ്കോപ്പ് ഉണ്ടെന്നും അറിയത്തില്ല. പക്ഷേ ഇത് പഠിച്ച് ജോലി കിട്ടിയ ആൾക്കാർ ഐ നോ ഈസിലി അറൌണ്ട് 10 to 12 people. ബിക്കോസ് അവർക്ക് സ്കില്ലുണ്ട്, നാട്ടിൽ പഠിച്ചും നാട്ടിൽ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ആൻഡ് ദേ വർ ഏബിൾ ടു പെർഫോം ഇൻ ആൻ ഇന്റർവ്യൂ. ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പം സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞവർക്ക് പോലും ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്തു, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഹൈ ലെവൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ കൂടുതലാണ്. അതെ, നമ്മുടെ നാട്ടിലെ പോലെ
അങ്ങനെയല്ല, എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു, ജോലി ഓ ഇല്ല ഇവിടെ ഡെഫിനറ്റ്ലി ഹൗ യു പെർഫോം ഇൻ ഇന്റർവ്യൂ ആൻഡ് ഹൗ യു ക്യാൻ സെൽ യുവർ സെൽഫ്. ഓ അത് അതാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അതെ അതെ. നമ്മൾ ഈ ടേഴ്സറി എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞല്ലോ. ടേഴ്സറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നല്ലത്? ഓ അത് പറയാൻ പറ്റില്ലെന്നല്ല, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ. നമ്മുടെ ഇപ്പം യൂണിവേഴ്സിറ്റീസ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീസ് ആണല്ലോ ഏറ്റവും എന്താ പറയുന്ന പ്രോമിനന്റ് ആയിട്ടും പോപ്പുലർ ആയിട്ട് ഇരിക്കുന്ന, എസ്പെഷ്യലി ഇഫ് യു ഹാവ് ദ ഫണ്ടിങ് ആൻഡ് ദ ഫൈനാൻസ് യു വിൽ ഒബ്വിയസ്ലി സ്റ്റഡി അറ്റ് എ യൂണിവേഴ്സിറ്റി. അത് എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയുന്നത് വെച്ചാൽ, ഒന്ന് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ. എന്തെങ്കിലും ഒരു ഗതികേട് വെച്ച് യു വാണ്ട് ടു മൂവ് കൺട്രീസ്, ഈ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ഉള്ളതുകൊണ്ട് ആരും ഡൗട്ട് ചെയ്യത്തില്ല ഈ ക്വാളിഫിക്കേഷന്റെ ഒത്തന്റിസിറ്റി. ആരും ഡൗട്ട് ചെയ്യത്തില്ല. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ്, AUT, മാസി, എന്താ പറയുന്നത്, ഒട്ടാഗോ യൂണിവേഴ്സിറ്റി, they're all popular. ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഈ ടോപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതാണ് ഈ QS റാങ്കിങ് സിസ്റ്റം നമ്മൾ നോക്കേണ്ടത്. QS റാങ്കിങ് സിസ്റ്റം നോക്കുമ്പോൾ ഏത് ഫീൽഡിലാണ് ഏത് യൂണിവേഴ്സിറ്റി കൊള്ളാൻ നമ്മൾ നോക്കണം. ബിക്കോസ് ചില യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പം 200 റാങ്കിങ് ആയിരിക്കും, പക്ഷേ ചില ഫീൽഡിൽ ചിലപ്പം 50 മേളോട്ടായിരിക്കും, ചിലപ്പം 45th ആയിരിക്കും, 25th ആയിരിക്കും, അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് ലുക്ക് അറ്റ് ദ ഫീൽഡ്. ദിസ് ഇസ് ഒബ്വിയസ്ലി എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ക്യാഷ് എന്ന് വെച്ചാൽ ഫൈനാൻസ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാർ, ദേ ആർ റെഡി ടു സ്പെൻഡ് മണി ഓൺ ദെയർ ക്വാളിഫിക്കേഷൻസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. സോ യൂണിവേഴ്സിറ്റി ഇസ് ഓൾവേസ് ദ ഫസ്റ്റ് ഗോ. ഇനിയും വരുന്ന ഈ ടേഴ്സറി പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കും ന്യൂസിലൻഡിലും. നമ്മളൊരു ടേഴ്സറി പ്രൊവൈഡർ ചൂസ് ചെയ്യുമ്പോൾ അവിടെയാണ് ഈ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഓക്കെ, ഈ പ്രൊവൈഡർ റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ അവർ യൂസ് ചെയ്ത് തരുന്ന യൂഷ്വലി എനി ടേഴ്സറി പ്രൊവൈഡർ വിൽ ഗിവ് യു എൻ NZQA റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ. ഈ ന്യൂസിലൻഡ് NZQA എന്ന് പറയുന്നത് ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ അതോറിറ്റി. ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ ദ ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഉണ്ട്. സോ ഇവിടാണ് ഈ ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു പ്രശ്നം. ഒരു വിശ്വാസമുണ്ട് ചില കൺട്രീസിലൊക്കെ, യു സ്റ്റഡി ഇൻ ന്യൂസിലൻഡ് therefore this has to certain standards ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്ന് ബിലീവ് ചെയ്യുന്ന ചില കൺട്രീസ് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ആസ് മച്ച് ആസ് എ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റുഡൻറ് വരുമ്പോൾ ഒരു ബ്ലൈൻഡ് ബിലീഫ് പാടില്ല. ഈ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇറ്റ്സ് ഫൈൻ, ജോലി കിട്ടും, അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻസ് വളരെ റെക്കഗ്നൈസ്ഡ് ആണ്, ഇവിടുത്തെ എല്ലാ എന്താ പറയുന്ന ഇൻഡസ്ട്രീസും ഓർഗനൈസേഷൻസ് ഹാവ് അക്സെപ്റ്റഡ് മീ ഇൻ ദിസ് മാനർ, എനിക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല, NZQയുടെ ഇറ്റ്സ് സ്റ്റിൽ ഇൻ ദാറ്റ് സ്റ്റേജ് വേർ നമ്മളിപ്പം എന്താ പറയുന്നത്, അതൊരു ഒരു കൺട്രി എന്താ പറയുന്ന ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമാണ്. ആൻഡ് ദിസ് ഇസ് എ വെരി സ്മോൾ കൺട്രി. കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റില്ല, കൊള്ളാമെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ട് അവിടാണ് ഒരാൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. വിച്ച് ഇസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ഇതുള്ള ടേഴ്സറി പ്രൊവൈഡേഴ്സിൽ പോവാം. ഓക്കെ, ഡു യു ഓഫർ രജിസ്ട്രേഷൻ ആഫ്റ്റർ ദിസ് പ്രോഗ്രാം? ഈസ് എ രജിസ്ട്രേഷൻ നെസസറി? എഞ്ചിനീയറിംഗ് ആകുമ്പോൾ ഓഫ്കോഴ്സ് ബിസിനസ്സിന് ഇതില്ലല്ലോ. ബിസിനസ്സിന് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി പോലും പറയത്തില്ല ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല. പക്ഷേ വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഇൻ സ്റ്റഡിങ് വിത്ത് യു അതർ ദാൻ എ ലോവർ ഫീസ്? ഈ ഫീസ് കുറവാണെന്ന് മാത്രമുള്ളൊരു ഒബ്വിയസ്ലി ദർ ഇസ് എ റീസൺ വൈ ദ ഫീസ് ഇസ് ലോ. അത് മനസ്സിലാക്കിക്കോണം ആൾക്കാർ. കോമ്പറ്റീഷനും ഒരു യൂണിവേഴ്സിറ്റി ലെവലോ റെക്കഗ്നീഷനോ ഇല്ല, അതുകൊണ്ടാണ് ഇവർക്ക് ഫീസ് ലോ. സോ വൈ ഡു ഐ നീഡ് ടു, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഓണസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടോ? അത് മനസ്സിലാക്കി വേണം കയറാൻ. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ന്യൂസിലൻഡിലാണ്, ഇവിടെ വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മൾ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് സ്റ്റാൻഡേർഡ്? വാട്ട് ഡു യു മീൻ? എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ. ബിക്കോസ് ഞാനൊരു കോഴ്സ് പഠിക്കാൻ ചെല്ലുമ്പോൾ ഐ എം ബൈയിങ് എ പ്രോഡക്റ്റ്. എനിക്ക് ചില വിശ്വാസങ്ങളുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഐ വിൽ ഗെറ്റ് എ ഫ്യൂ തിങ്സ്. ചിലപ്പം ആ വിശ്വാസങ്ങൾ തെറ്റായിരിക്കാം. ബട്ട് ഓക്കെ, explain it to me. Am I supposed to be thinking in this way? Can you give me an answer to this? Question ചോദിച്ചില്ലെങ്കിൽ definitely he'll end up in disappointment. And he or she or whoever it may be. But അതുപോലെ തന്നെ ചെറിയ പൈസയാണ് കൊടുത്തതെങ്കിലും കൊടുത്തിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അങ്ങനെ ജോലി കിട്ടുന്ന ഞാൻ ഒരിക്കലും അത് പറയത്തുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. I don't think people should be studying. People should be എന്നല്ല, നമ്മളാ ജോലി കിട്ടുന്ന കോഴ്സുകളാണെങ്കിൽ അതിന്റെ ഫീസ് ഡെഫിനറ്റ്ലി ഹൈ ആയിരിക്കും. ഒരാൾ അങ്ങനെ പറയുവാണ്, ഡെഫിനറ്റ്ലി ഇപ്പൊ സ്കൂളോ യൂണിവേഴ്സിറ്റിയോ പ്രൊവൈഡർ പറയുവാണ്
ഈ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ അതിന്റെ ഫീസ് 100% ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഹൈ. അപ്പം നമുക്കൊരു ഇവിടുത്തെ ന്യൂസിലൻഡിൽ പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും ടോപ്പായിട്ടുള്ള കുറച്ച് കോഴ്സുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഒബിയസ്ലി മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും. മെഡിക്കൽ ഫീൽഡാണ് അത് എപ്പോഴും മെഡിക്കൽ ഫീൽഡും ഓരോ സമയത്ത് ഓരോന്ന്. ഇപ്പം ഡെഫിനറ്റ്ലി ടീച്ചേഴ്സിന് പ്രൈമറി ആൻഡ് ഇന്റർമീഡിയറ്റ് ടീച്ചേഴ്സിന് ഇപ്പം സ്കാസിറ്റി ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണല്ലോ സ്ട്രേറ്റ് വേ പാത്ത് വേ ടു റെസിഡൻസ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ടു റെസിഡൻസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ഇല്ല ഇവിടെ. സോ അങ്ങനെയും പക്ഷെ ഇവിടെ പഠിക്കാൻ വേണ്ടി ലൈക്ക് നാട്ടില് ഒരു 12th കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരാൾ ഫ്രഷ് ഓഫ് ദ ബൗട്ട് സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ടീച്ചർ ആകാൻ പറ്റില്ല. ഇവിടെ 3 വർഷത്തിന് ഒരു കോഴ്സ് ചെയ്യണം. വേറെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ ഇവിടെ വന്ന് ഇവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്യുവാണെങ്കിൽ there is a high probability, much high probability of getting a job. നാട്ടിൽ നിന്ന് ഒരു ടീച്ചറായിട്ട് സ്ട്രേറ്റ് ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു ഇതുണ്ടോ? അവർ ആ കോഴ്സ് അപ്ലൈ ചെയ്യണം. നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം നമ്മളത് അപ്ലൈ ചെയ്ത് അവർ തന്നെ പറയും ഇവിടുത്തെ രജിസ്ട്രേഷൻ കോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പം. ബിക്കോസ് ഇവിടെ ഒരു ഡെർത്ത് ഉണ്ട്, ഇവിടെ ഒരു സ്കാസിറ്റി നല്ലപോലെ ഉണ്ട്, എസ്പെഷ്യലി പ്രൈമറിയിൽ ഭയങ്കര ഡെർത്ത് ആണത്. അപ്പോൾ ഈ പ്രൈമറി സ്കൂൾ ടീച്ചിങ്ങിനെ എങ്ങനെയാണ് ആ കോഴ്സ്? എന്നോട് കഴിഞ്ഞ ദിവസവും ഒരാൾ ചോദിച്ചിരുന്നു, ഇപ്പോൾ പ്രൈമറി സ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്ന്. അതിനെപ്പറ്റി എങ്ങനെ ആദ്യം തൊട്ട് സ്കൂൾ തൊട്ടോ? +2 കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് 12ാം ക്ലാസ്സിലാണ്. അപ്പോൾ 13 കഴിഞ്ഞെങ്കിൽ എങ്ങനെ ഒരു പ്രൈമറി ടീച്ചർ ആകും? അത് ഈസിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ടെർഷ്യറി പ്രൊവൈഡറിൽ പോയി പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അത് അതിന്റെ പേര് തന്നെ എങ്ങനെയാണ്? അപ്പോൾ 2 വർഷത്തെ 3 വർഷത്തെ I think it's a 3-year course. I think it's a 3-year course. Yes. 3 വർഷത്തെ കോഴ്സ് പഠിക്കുക. Because ഇതുവരെ അവർ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടില്ലല്ലോ. ഒരു മിനിമം ഒരു ഡിഗ്രി വേണം. And I think it's an education. എനിക്കത് പ്രൈമറി എഡ്യൂക്കേഷൻ അല്ല, അത് എഡ്യൂക്കേഷൻ കോഴ്സിൽ ഫോക്കസ്ഡ് ഓൺ പ്രൈമറി ആ രീതിയിലാണ്. ബിക്കോസ് EC ഉണ്ട്, പ്രൈമറി ഉണ്ട്, പിന്നെ സെക്കൻഡറി ഉണ്ട്. EC എന്ന് പറയുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ഉണ്ട്. അപ്പൊ അവർക്ക് വേറെ കോഴ്സ്, പ്രൈമറിക്ക് വേറെ കോഴ്സ്. അപ്പോൾ ഇപ്പോൾ ടീച്ചർ ആയിട്ടുള്ള സ്ഥലത്ത് പലരും പല രാജ്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം ടീച്ചേഴ്സ് ഒരു എന്താ എല്ലാ രാജ്യത്തും എപ്പോഴും അധ്യാപകർക്ക് ഒരു നല്ലൊരു ബഹുമാനം കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് അല്ലേ? ഒരു അധ്യാപകനായതുകൊണ്ട് ഞാൻ പറയുകയാണ് അല്ലേ? അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും അധ്യാപകർക്ക് ഒരു ബഹുമാനം കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്. എന്നാലും പക്ഷേ ഉണ്ടല്ലോ, നാട്ടിലാണെങ്കിലും ഇപ്പൊ അധ്യാപകൻ എന്ന് പറഞ്ഞെങ്കിൽ സാലറി കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അത് വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുകയായിരുന്നു ഒരാളോട്, അമേരിക്കയിലുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ അമേരിക്കയിൽ ഇപ്പൊ നഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ സാലറി കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ന്യൂസിലൻഡിലെ സാലറി എന്ന് വെച്ചെങ്കിൽ നഴ്സിംഗ് കോളേജ് എനിക്ക് കമ്പയർ ചെയ്യാൻ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ് ടു ഡു ഇറ്റ്. ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് നഴ്സിംഗ് ഒരു സ്കെയിൽ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എനിക്ക് ആ സ്കെയിൽ അറിയത്തില്ല, നഴ്സിംഗിന്റെ സ്കെയിൽ. ഗവൺമെന്റ് ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടുത്തെ മിക്ക സ്കൂളുകളെല്ലാം ഗവൺമെന്റ് റൺ സ്കൂൾസ് ആണ്, സ്റ്റേറ്റ് സ്കൂൾസ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് ആണ്. അതിന്റെ പേ സ്കെയിൽ സൈറ്റിലുണ്ട്, കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അത് തന്നെ ആയിരിക്കും കിട്ടേണ്ടത്. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് എക്സ്പെക്ടേഷൻ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഓരോ ലെവൽ, ആ ലെവൽ എന്താ പറയുന്ന സ്കൂളുകൾ തീരുമാനിക്കും. യു ആർ ഓഫ് ദിസ് ലെവൽ, therefore this is your salary bracket. എന്നിട്ട് എക്സ്പീരിയൻസ് അനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. പ്രൈവറ്റ് സ്കൂളുകൾ ഡെഫിനറ്റ്ലി സാലറി കൂടുതലാണ്. എനിക്കൊന്ന് 7% കൂടുതലാണ് ആ ബ്രാക്കറ്റിൽ. സോ നമ്മളിപ്പോ A5 ഒരു ബ്രാക്കറ്റിലാണെങ്കിൽ ആ A5 കിട്ടുന്ന ബ്രാക്കറ്റിൽ നിന്ന് 7% ഹൈ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാട്ടിലെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം, നാട്ടിലാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ സാലറി കുറവാണ് കൊടുക്കുന്നത്. ആണല്ലേ? എന്റെ അറിവിൽ സാലറി കുറവാണ്. ഞാൻ 2004 നാട്ടിൽ വിട്ടാ, സോ ആ സമയത്ത് വിട്ട ആളാണ്. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു അറിവിൽ പ്രൈവറ്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും പ്രൈവറ്റ് ആളുകൾ റൺ ചെയ്യുന്ന സ്കൂളുകൾക്ക് സാലറി കുറവാണ്. നമ്മൾ ടേർഷ്യറി എഡ്യൂക്കേഷനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോയി. അപ്പോൾ അവരെ പറ്റി നമുക്ക് കുറച്ച് ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് എത്രമാത്രം സപ്പോർട്ട് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പം റോജി ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന ഒരാളാണ്. എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എക്സ്പെക്ട് ദ വേർസ്റ്റ്. അതായിരിക്കും ഏറ്റവും നമ്മൾ preparation is necessary when you expect the worst. And what is that expectation? ഒന്ന്, ഇവിടെ കാലുകുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർട്ട് ടൈം ജോലി കിട്ടുമെന്നും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ടുണ്ട്, therefore നമ്മൾ കഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നും അങ്ങനെ ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബ്ലീക്ക് പിക്ചർ പ്രസന്റ് ചെയ്യല്ല ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ ആൾക്കാർക്ക് അവർക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിലല്ലായിരിക്കും ജോലി കിട്ടുന്നത്. സോ അതിലുള്ള ഫൈനാൻഷ്യൽ എന്താ പറയുന്നത്, ആർ വി പ്രിപ്പയർ ദാറ്റ് വേ ഫൈനാൻഷ്യലി, അതാണ് നമ്മൾ നോക്കേണ്ടത്.
നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വറീസ് നമ്മൾ ഓരോ ആൾക്കാർ ഡിഫറെൻ്റ് അല്ലേ, നമ്മൾ ഫേസ് ചെയ്യുന്ന വറീസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അതേ വറീസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടോ ഇല്ലയോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പായിട്ട് ചിലർക്ക് വരുന്നുണ്ട്. ആൻഡ് സംഹൗ അവർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ദേ സർവൈവ്. അതിൽ ചിലവർക്ക് പെട്ടെന്ന് പാർട്ട് ടൈം ജോലി കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല, ചിലവർക്ക് 3 ഷിഫ്റ്റ് കിട്ടും ഒരു ജോലിയിൽ. ഇത് പ്രിപ്പയർഡ് ആണ്. ലൈക്ക് ആൻഡ് ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയത്തില്ല. വെർ ഡു യു സ്റ്റാർട്ട് ഫ്രം? നമ്മൾ എവിടെ പോയി ജോലി അന്വേഷിക്കും? വെർ ഡു യു ആടുത്ത് പോയി ചോദിക്കും? യൂണിവേഴ്സിറ്റീസ് ചിലവരൊക്കെ ഹെൽപ്പ് ചെയ്യും, ചില യൂണിവേഴ്സിറ്റി ചില ടെർഷ്യറി പ്രൊവൈഡേഴ്സിലും ഇൻഫർമേഷൻ നമുക്ക് തരും. പക്ഷേ വിൽ ദാറ്റ് ഹെൽപ്പ്? ചിലവർ ഹെൽപ്പ് ചെയ്യും, തിങ്സ് ചിലവർക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും, ഒരു പ്രശ്നങ്ങളില്ലാതെ. നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ലൈഫ് കൊള്ളാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് എക്സലന്റ് അല്ലേ എന്ന് നമ്മൾ പറയും. സ്റ്റെപ്പ് 1, ഓൾവേസ് എക്സ്പെക്ട് ദ വേഴ്സ്റ്റ്. പെട്ടെന്ന് ജോലി കിട്ടത്തില്ല, പാർട്ട് ടൈം ജോലി ആണെങ്കിൽ പോലും പഠിക്കുന്ന കോഴ്സുകളിൽ ബുദ്ധിമുട്ടുകൾ കാണും, നമ്മുടെ എക്സ്പെക്ടേഷൻ ചിലപ്പം അത് മീറ്റ് ചെയ്യത്തില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് അവെയർ ആയിരിക്കണം. ഒന്ന്. രണ്ടാമത്, കിട്ടുന്ന ടൈം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓക്കെ ഏതൊക്കെ കമ്പനികളുണ്ട്, ഹൗ ഡു ഐ ഗെറ്റ് എ ജോബ്, എനിക്ക് ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ, വാട്ട് ഇസ് ഇറ്റ് ദ കൺട്രി വാണ്ട്സ്. ബിക്കോസ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഞാൻ പിന്നെയും പറയുന്നത് ഒരു ചെറിയൊരു കൺട്രിയാണ്. ഇപ്പോൾ ഒരു ഇക്കണോമിക് ഫ്ലക്സിൽ കൂടെ പോകുന്ന ഒരു ടൈമാണ്. വി റിയലി ഡോണ്ട് ഹാവ് എനഫ് മണി. അപ്പോൾ ഈ ഒരു സമയത്ത് അതുപോലാണ് ഇവിടുത്തെ കമ്പനീസ് ബിഹേവ് ചെയ്യുന്നത്. അവർ ഓപ്പൺ ആയിട്ട് ഒരിക്കലും പറയത്തില്ല ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് എംപ്ലോയി വി വാണ്ട്, ബാക്കിയുള്ളവരെ നമ്മൾ തള്ളിക്കളയും എന്ന് അവർ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് മാത്രം കാണിക്കുന്ന ഒരു കൺട്രിയാണിത്. ഈ പോസിറ്റീവ് ഔട്ട്ലുക്ക് മാത്രം കാണിക്കുമ്പോൾ വി ഡോണ്ട് നോ വെദർ വി ഫിറ്റ് ദാറ്റ് പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഓർ നോട്ട്. അപ്പൊ അങ്ങനെ ഇൻഫർമേഷൻ ഇസ് കീ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ ആ ജോലിയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക, നമ്മളെല്ലാം അറിയുന്ന ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഫൈൻഡിങ് ഔട്ട്. ചിലപ്പം നമ്മൾ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം, ഒരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നമ്മൾ ആ HR പോയൊന്ന് കാണണം. ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. ചിലപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് 2 ദിവസം വർക്ക് ചെയ്യാം, ഐ ഡോണ്ട് മൈൻഡ്, എനിക്കൊരു ഇന്റേൺഷിപ്പ് തരുമോ, വോളണ്ടറി വർക്ക് ചെയ്യുക എന്ന കാര്യമുണ്ട്. ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കുക, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരിക്കുന്ന രീതി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ എന്താ പറയുന്നത് സ്വഭാവം. ഓണസ്റ്റി ഒരു വലിയൊരു കാര്യമാണ് ഈ രാജ്യത്ത്. ഓണസ്റ്റി എല്ലാ രാജ്യത്തും ഓണസ്റ്റി അത് പറയാൻ കൊള്ളാം, ഓണസ്റ്റി ആണ്. പക്ഷെ ഓണസ്റ്റി എന്ത് രീതിയിൽ? ഒബ്വിയസ്ലി ഓണസ്റ്റി എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ വർക്കിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. പക്ഷെ അത് ഒരു പ്ലാറ്റിറ്റ്യൂഡാണ്. പ്ലാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിപ്പോ എല്ലാ ജോലിയും നമ്മൾ അത് പറയല്ലോ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അത് സിനിമയിൽ പറയുന്ന പോലെ ദാറ്റ് ഇസ് സെക്കൻഡറി. ഒരു ജോലി എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ഒരാൾ, ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ്, ഐ തിങ്ക് ഹാസ് മോർ ദാൻ എനഫ് കോമൺ സെൻസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ നീഡ് ടു ഡു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻസ് ഒന്ന് അടുക്കി വെക്കുക, ഒന്ന് അവെയർ ആവുക, ask the right questions to the right person. ആ പേഴ്സൺ നമ്മൾ അന്വേഷിക്കണം. ഹൂ ഇസ് ദിസ് പേഴ്സൺ ഐ ക്യാൻ ആസ്ക് ഇൻഫർമേഷൻ. ചിലപ്പം ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ വേറെ ആളുമായിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം. ഇസ് ദിസ് ഇൻഫർമേഷൻ കറക്റ്റ്? ഒരിക്കലും ഒരാളെ നമ്മൾ ഒരു പേഴ്സണായിട്ട് മാത്രം നമ്മൾ വിശ്വസിക്കരുത്. ചെക്ക് ഇറ്റ്, ഓൾവേസ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് നെസസറി. ഓ യെസ്, അല്ലാതെ ഒരാൾ മലയാളി ആയതുകൊണ്ട് മാത്രം ദിസ് ഇൻഫർമേഷൻ ഇസ് കറക്റ്റ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ദ ബെറ്റർ ഇൻഫർമേഷൻ വി ഫൈൻഡ്, നമ്മളത് വളരെ ഹെൽപ്പ് ചെയ്യും. എനിക്കറിയുന്ന ഇഷ്ടമുള്ള ആൾക്കാർ ന്യൂസിലൻഡിൽ പഠിച്ച് പോയ ആൾക്കാരുണ്ട്, നോട്ട് ബാക്ക് ടു ഇന്ത്യ, തിരിച്ചു പോയ ആൾക്കാരുണ്ട്. ആൻഡ് ദേ ഹാവ് ഗോട്ട് വർക്ക് ഇൻ ജർമ്മനി. ഇവിടെക്കാളും 10 ബെറ്റർ സാലറിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സംടൈംസ് ദിസ് കൺട്രി ഈസ് നോട്ട് ഫോർ യു. അങ്ങനെയുമുണ്ട്. സോ ഒരാളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് ഒന്ന് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. രണ്ടാമത് ഇറ്റ് ഓൾവേസ് ഇസ് ദ ഔട്ട്ലുക്ക്, എന്താണ് വേണ്ടിയെന്ന്. സോ അങ്ങനെയാണ്. അതാണ് എൻ്റെ ഒരു ലൈക്ക് ഒരു ഫിലോസോഫിക്കലായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അതേ പറ്റൂ. അല്ലാതെ ഒരു ഫുൾ പ്രോമിസ് ചെയ്ത ഒരു കോഴ്സുകളുണ്ട്, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് കിട്ടും. ഇവിടാണ് ഞാൻ എൻ്റെ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത മെമ്പർ നമ്മളത് പറഞ്ഞപ്പോൾ ഈ ഏജൻസിന്റെ നമ്മളത് ആ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം. നല്ല ഏജൻസികളുണ്ട്, ഓപ്പൺ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് വ്യൂ പറയുന്ന നല്ല ഏജൻസികളുണ്ട്. ഫൈൻഡ് ദം ഔട്ട്. അപ്പോൾ ആ ഏജൻസി വഴി വന്നവരോട് ആ ഓൾഡ് സ്റ്റുഡൻസിനോട് ചോദിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഓൾഡ് സ്റ്റുഡൻസിൽ ചിലവർ ബാഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഉണ്ട്. അവരെ കംപ്ലീറ്റ് ആയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് ഗോൺ ത്രൂ എ വെരി ബാഡ് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുമെന്ന് അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ടു ഗോ ത്രൂ എ lot of bad experiences to get a good job. Because എന്താ എന്റെ ഫീൽഡ് അങ്ങനെ ആയതുകൊണ്ട്. പണ്ട്
ടീച്ചേഴ്സിന് ഇത്രയും ഒരു എന്താ പറയുന്നത് സ്കാസിറ്റി ഒന്നും ഇല്ലായിരുന്നു. ടീച്ചിങ്ങിന് ചിന്തിക്കുന്നതോന്നില്ല ആൾക്കാര്. ഇപ്പം ഇങ്ങനെ സ്കാസിറ്റി വന്നുകൊണ്ടാണ് ആൾക്കാർ ടീച്ചേഴ്സിനെ കുറിച്ച്. എനിക്കറിയാവുന്ന പലരും നാട്ടിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ, യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ ഇവിടെ വന്ന് വേറെ കോഴ്സ് ചെയ്ത് വേറെ പ്രൊഫഷനിലേക്ക് പോയവർ തന്നെയുണ്ട്. ധാരാളം ആളുകളുണ്ട് ആ സമയത്ത് വന്നവര്, ധാരാളം ആളുകൾ പോയി. അതും ഇവിടുത്തെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും അതും ആ ടീച്ചേഴ്സിന് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നാട്ടിൽ പഠിപ്പിക്കുന്ന ആ രീതി തന്നെ ആയിരിക്കും ഇവിടെ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പഠിച്ച കോഴ്സുകളെല്ലാം I don't think people would want to do it because അതൊരു ജോലിയിൽ എത്തോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്നും ഞാൻ പറയുന്നത് അത് എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് ഞാൻ ഇവിടാണ് ലിംഗ്വിസ്റ്റിക്സും ലാംഗ്വേജ് സയൻസും എന്താ പറയുന്ന ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന ഫീൽഡും എൻ്റെ ഫുൾ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിനും അതിന് ബേസ് ചെയ്തുള്ള പഠിത്തമാണ്. I don't think that will get you a job. സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ആരും അത് സജസ്റ്റ് ചെയ്യലും ചെയ്യത്തില്ല. സോ ഐ വാസ് പ്രിപ്പയർഡ് ടു ലീവ് ദ കൺട്രി ഇൻ എ വൈ. പക്ഷേ അങ്ങനെ ഭാഗ്യത്തിന് ഒരു ജോലി കിട്ടി, ഇന്റർവ്യൂസിന് പോയി, അങ്ങനെയാണല്ലോ. നമുക്ക് എപ്പോഴാണ് നമ്മളെ ലക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. ടു ബി റിയലി ഓണസ്റ്റ്, ടുക്ക് മീ അറൗണ്ട് 8 years to get a very good job. പിന്നെ ഒരു പേഷ്യൻസും വേണം. പേഷ്യൻസ് വേണം. പക്ഷേ അത് എല്ലാവർക്കും അല്ലെങ്കിൽ പേഷ്യൻസ് ഞാൻ പറയത്തില്ല. ബിക്കോസ് അതിന്റെ ഉദ്ദേശം നമ്മൾ അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടും എന്ന് പറയുന്ന ഒരു പ്രോമിസ് ഐ ഡോണ്ട് തിങ്ക് ദിസ് കൺട്രി വിൽ ഗിവ് ഇറ്റ് ടു യു. അത്രയും നാൾ നമ്മൾ നിൽക്കും, അത്രയും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഹൈ ആണ്. ഇവിടെ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ബാക്കപ്പ് വേണം. ഇപ്പോഴത്തെ സെക്കൻഡറി ജനറേഷന് കുഴപ്പമില്ല, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവർക്ക് ബാക്കപ്പ് ഉണ്ട്. നാട്ടിൽ ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അത്രയും കടമെടുത്ത് അല്ലെങ്കിൽ ഇത്രയും വിറ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ 8 years നിന്നൊരു നല്ല ജോലി എനിക്ക് അപ്പൊ കിട്ടും എന്ന് പറയുമ്പോൾ അല്ല. പക്ഷെ പിന്നെ നമ്മൾ പണ്ട് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാം. ചുവരുള്ളവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. പറ്റില്ല. അതൊരു വലിയൊരു കാര്യം. ഞാൻ കൊച്ചു ജോലികൾ അങ്ങനെ കിട്ടി ഭാഗ്യത്തിന്. ആ എക്കോണമി അങ്ങനെ ആയിരുന്നു. ഒരു ഗ്ലോബൽ റിസഷൻ ആ സമയത്ത് വന്നു. ചെറിയ PTs എന്ന് പറയുന്ന സ്കൂളുകൾ ന്യൂസിലൻഡിൽ അങ്ങനെ വന്നു. ലൈക്ക് ദേ സ്റ്റാർട്ടഡ് പോപ്പിംഗ് അപ്പ്. അവിടെ ഒരു ജോലി കിട്ടി, കൊച്ചു ജോലി കിട്ടി, അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കിട്ടി. അപ്പൊ അങ്ങനെ കയറി. അപ്പൊ അതൊരു ഭാഗ്യമാണ്. ലൈക്ക് ആ കറക്റ്റ് ടൈമിൽ റിസഷൻ വന്നുകൊണ്ടും ഇങ്ങനെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അന്ന് ഗവൺമെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടും ഇങ്ങനെ ഒരു ബിസിനസ് ഓപ്പണിംഗ്സ് ഉണ്ടായി. സോ അതില്ലായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഐ വുഡ് ഹാവ് ഗോൺ ബാക്ക് ടു ഇന്ത്യ. അപ്പൊ അങ്ങനെ ഒരു എനിക്കറിയുന്ന ഒരു അക്വൈൻറ്റൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയിലൊന്നല്ല പഠിച്ച്, വെല്ലിംഗ്ടണിലൊരു ഇതുപോലെ ഒരു ടെർഷറി പ്രൊവൈഡറിന് പഠിച്ച്. പക്ഷെ അവിടുത്തെ ഒരു പ്രോഗ്രാമിൽ അവിടുത്തെ ഒരു സെക്ഷനിൽ അവന് എനിക്കൊന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഹി വാസ് റാങ്ക് നല്ലൊരു മാർക്ക് കിട്ടി എന്തോ. അത് 10 പേര് കണ്ടു. ദേ ഫെൽറ്റ് ഹി വാസ് റിയലി ഗുഡ് അറ്റ് ഇറ്റ്. അവൻ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അവനൊരു ജോലി കിട്ടി. ആൻഡ് അവന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, അവന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഇറ്റ്സ് ഗ്രോയിങ് എവറി 3 years. ഈസ് ആക്ച്വലി ഗെറ്റിംഗ് എ 6-figure salary in less than 6 years. എഞ്ചിനീയറിംഗ് ആണ്. സോ ഇങ്ങനെയും ഭാഗ്യം ചിലർക്ക് വരും. യൂണിവേഴ്സിറ്റി പഠിച്ചാലേ മാത്രമേ ജോലി കിട്ടും എന്ന് പറയുന്ന ഒരു പ്ലേസ് അല്ല. സോ ട്രൈ യുവർ ലക്ക്. പക്ഷേ കമ്മിങ് ബാക്ക് ടു ദാറ്റ് സെയിം തിങ്, ബി പ്രിപ്പയർഡ് ഫോർ ദ വേസ്റ്റ്. അല്ലാതെ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടുമെന്നോ ഇവിടെ എങ്ങാണ്ട് സ്വർണ്ണപാത്രം വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ there is no pot of gold എന്ന് പറയുന്ന ഒന്നുമില്ല. നാട്ടിലത്തെ നമുക്കൊരു പേരൻസ്, നാട്ടിൽ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് വിടുന്ന പേരൻസും അത് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് വിടുന്ന കുട്ടികളെ വിടുമ്പോഴത്തേക്കും. ഇന്റർനാഷണലിൽ പോയി പഠിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ജോലി കിട്ടുക, അവരുടെ ജീവിതം സെക്യൂർ ആയെന്ന് ഒരിക്കലും അവർക്ക് അറിയാൻ പറ്റും. വേറെ കാര്യങ്ങൾ പറയട്ടെ, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അല്ല, ഡിഫറെന്റ് ഒരു ടാൻജന്റ് കൂടെ വന്നു വെച്ചു. ഇവിടുത്തെ ചില കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോയോ അല്ലെങ്കിൽ തിരിച്ച് വേറെ കൺട്രി പോയോ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ദേ ഹാവ് ഓഫർഡ് ദം ജോബ്സ് ബിക്കോസ് they have studied in New Zealand. ചില യൂണിവേഴ്സിറ്റി ചില കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. They are world recognized. അപ്പോൾ അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് കഴിഞ്ഞൊരു 5-6 years ആയിട്ട് ഞാനത് നോട്ടീസ് ചെയ്തത്. There are few courses. ഇപ്പോൾ ഇവിടുത്തെ ഡയറി സയൻസ് വേൾഡ് റെക്കഗ്നൈസ്ഡ് ഉണ്ട്. Oh yes. പിന്നെ ഇവിടെ നമുക്ക് എപ്പോഴും നാട്ടിലും ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറണമെങ്കിലോ ഒന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോഴും ഒരു കോഴ്സ് പലതും ചൂസ് ചെയ്ത്. പക്ഷെ അത് ഡിഗ്രി ലെവലാണ്. അതെ, ഡിഗ്രി ലെവൽ. അതെ. പക്ഷെ അപ്പൊ ഞാൻ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചില കോഴ്സുകൾ എന്ന് പറയുന്നത് വെച്ചാൽ ദേ കം ടു ന്യൂസിലൻഡ് ടു സ്റ്റഡി ദിസ്.
എന്താ പറയുന്നത്, അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വേറെ ഇഷ്ടമുള്ള കൺട്രിയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സൗത്ത് ആലിൻ്റെ ഇപ്പോൾ ഒട്ടാഗിലൊക്കെ ആണെങ്കിൽ പ്രോസ്തെറ്റിക്സ് എന്ന് പറയുന്ന ആ ഫീൽഡിൽ ഇറ്റ്സ് വേൾഡ് ഫേമസ്. അപ്പോൾ അത് പഠിക്കുന്ന ആൾക്കാർ താഴെ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് എന്ന് പറയുന്ന archaeology. I think it's the 4th or 5th in the world. ആ കോഴ്സുകൾ എന്ന് പറയുന്നത് ആൾക്കാർ അവിടെ, അപ്പോൾ ഈ വേൾഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട്. Those who are financially capable and those who love their subjects, അങ്ങനെ വന്ന് പഠിച്ചിട്ട് വേറൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുന്നത്, ഇവിടെ തന്നെ ജോലി ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് പഠിച്ചിട്ട് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ അല്ലെങ്കിൽ അവിടെ പോയി ജോലി കിട്ടുന്ന ആൾക്കാരെയും എനിക്കറിയാം, ബിക്കോസ് ദേ ഹവ് സ്റ്റഡീഡ്. അപ്പോൾ ഈ കോഴ്സിന്റെ ഗുണം അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പലരും തിരിച്ചു പോയവര് ഇപ്പോൾ UK-ലും ജർമ്മനിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. സോ ആ ഒരു തോട്ടും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ എ ഗുഡ് വേ ടു തിങ്ക് അബൌട്ട് ഐ എം നോട്ട് ഹിയർ ടു സിംപ്ലി ഗെറ്റ് എ പെർമനന്റ് റെസിഡൻസി. ആ രീതി മാറി ഐ എം ഹിയർ ടു സ്റ്റഡി. നല്ലപോലെ പഠിക്കണമെന്നല്ല, എനിക്ക് ഈ കോഴ്സ് ഇഷ്ടമാണ്, ഐ ലവ് ദിസ് സബ്ജക്ട് എന്ന രീതിയിൽ വരുന്ന ആൾക്കാർ ചില കോഴ്സുകൾ പഠിക്കുമ്പോൾ, ചില കോഴ്സുകളിൽ വേൾഡ് റെക്കഗ്നൈസ് ആയിട്ടുള്ള ചില കോഴ്സുകൾ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ QS റാങ്കിങ് നോക്കി എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, therefore I will study here എന്ന് ചിന്തിച്ച് ഒബ്വിയസ്ലി അത് പഠിക്കുമ്പോൾ ദേ ആർ ഗോയിങ് ടു ലേൺ എ ലോട്ട് ഓഫ് ബാക്കിയുള്ള നമുക്ക് ആക്സസിബിൾ അല്ലാത്ത, നമ്മളിപ്പോൾ നാട്ടിലൊരു IIT പോകും, നമുക്ക് ആക്സസിബിൾ അല്ലല്ലോ അത്രയും. ഇവിടെ ഇപ്പോഴും ആക്സസിബിൾ ആണ്. ഇത്രയും ഹൈ റാങ്കിങ് കോഴ്സുകൾ ഇന്നും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ആക്സസിബിൾ ആണ്. ഐ തിങ്ക് ദേ ഷുഡ് യൂസ് ദാറ്റ്. നമുക്ക് സോ എൻ്റെ വേണ്ടി ഒരു കാര്യം പറയാം. ഇൻ ദി എൻഡ്, if you want to study in another country, if you want to study in New Zealand, expect the worst in terms of living here. Cost of living is very high. Support ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ലൈഫ് ഹിയർ ഇസ് നൈസ്. നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. ആൻഡ് യു വിൽ ലേൺ ടു ഫിഗർ തിങ്സ് ഔട്ട് അറ്റ് യുവർ ഓൺ പേസ്. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എക്സ്ക്രൂഷിയേറ്റിംഗ്ലി ഭയങ്കര സ്ലോ ആയിരിക്കും. ഒന്ന്, കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഭയങ്കര ഓണസ്റ്റ് ഏജൻസിനെ ചൂസ് ചെയ്യുക. ആൻഡ് ആസ്ക് ദം എവറി ക്വസ്റ്റ്യൻ അണ്ടർ ദ സൺ. ജോലി കിട്ടുമോ ഇല്ലയോ, എത്ര ജോലി അഥവാ കിട്ടിയില്ലെങ്കിൽ എത്ര ടൈം പിടിക്കും, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഐ നീഡ് ടു ഹാവ് എന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുക. അത് ചോദിച്ചില്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടാണ് ഫേസ് ചെയ്യുന്നത്. മൂന്നാമത്, ലേൺ ടു സെൽ യുവർ സെൽഫ്. അതെ, അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് എൻ്റെ ജനറേഷനൊക്കെ ഇവിടെ നിന്ന് വന്ന സമയത്ത് ഒരിക്കലും നമ്മളെ പൊക്കിപ്പറഞ്ഞ് നമുക്ക് പഠിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ താത്തി പറഞ്ഞാണ് പഠിച്ചത്. പക്ഷെ നമ്മൾ താത്തി പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് അത് പഠിക്കാൻ നമ്മൾ കുറച്ച് സമയം എടുത്തു. അതെ, അതും സെൽ യുവർ സെൽഫ് ഇൻ എ വെരി ക്ലാസി വേ. അല്ലാതെ ഞാൻ എല്ലാത്തിനും കൊള്ളാം, ഞാൻ അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നില്ല. ഒരു ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്, ആ ഒരു രീതിയിൽ, ആ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മാനറിൽ നമ്മളെ സെൽ ചെയ്യുവാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ പ്രിപ്പയർഡ് ടു ഡു ദാറ്റ്, യു ഹാവ് ലേൺഡ് ഹൗ ടു ഡു ഇറ്റ്, യു ആർ പ്രാക്ടീസിങ് ഹൗ ടു ഡു ഇറ്റ് എന്ന് നമ്മൾ ആ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ. നല്ലൊരു സ്റ്റാർട്ടാണ് ന്യൂസിലൻഡ് വരുവാണെങ്കിൽ. ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ കൺട്രി. ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയയെക്കാളും അമേരിക്കയെക്കാളും ജർമ്മനിയെക്കാളും ഭയങ്കര കുറവാണ് ഈ നാട്ടിൽ. only 5 million people. സോ അത് മനസ്സിൽ വെച്ചാണ് ഓർക്കണം. അതാണ് എൻ്റെ ലാസ്റ്റ് വൈൻഡിങ് അപ്പ് ലൈൻ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു റോജി. നല്ലൊരു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ആളുകൾക്ക് കുറച്ച് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിപ്പോൾ ഇതിനെ പറ്റി, പല ടെർഷ്യറി പലരും ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പം താങ്ക് യു.